28 വിശുദ്ധ അൽഫോൻസാമ്മ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മ 1910 ഓഗസ്റ്റ് 19 മുറ്റത്തുപാടം കുടുംബത്തിൽ ജനിച്ചു. ജോസഫ് മേരി ദമ്പതികളുടെ മകളായി പിറന്നു. ഓഗസ്റ്റ് 27 ജ്ഞാനസ്നാനനാമം സ്വീകരിച്ചു. അന്ന എന്നായിരുന്നു ജ്ഞാനസ്നാനനാമം? അന്നക്കുട്ടി എന്നാണ് ബിന്ദുക സ്നേഹത്തോടെ വിളിച്ചത്. അന്നക്കുട്ടി ജനിച്ച് 37 ദിവസം അമ്മ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അവൾ കേട്ടറിഞ്ഞ കഥകളിൽ ഏറ്റവും ഹൃദയമായി തോന്നിയത് വിശുദ്ധ കൊച്ചു ത്രേസ്യമ്മയുടെ കഥകളായിരുന്നു. തനിക്കും ആ പുണ്യവതി പോലെ ഒരു കന്യാസ്ത്രീയായി തീരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതിനായി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ത്യാഗങ്ങളും കാഴ്ചവെച്ചു. അങ്ങനെയിരിക്കെ അവളെ വിവാഹിതയാക്കാനായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. ഇതറിഞ്ഞ് അന്ന പ്രാർത്ഥനയിലും പ്രവൃത്തികളിലും മുഴക്കി. ഗതിയില്ലാതെ വന്നപ്പോൾ ശാരീരിക സൗന്ദര്യത്തെ നശിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഈ സംഭവത്തിനു ശേഷം സന്യാസ ജീവിതം നയിച്ചു. മരണം വരെ കഠിനമായ രോഗങ്ങൾ പലതും അവളെ പിടികൂടി. 1988 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ പാപ്പ അൽഫോൻസാമ്മയെ വാർത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2009 ബെനഡിക്ട് 16 പാപ്പ അവളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് സമർപ്പിച്ചു. എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട.